ഒരു കല്യാണത്തിന്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു യാത്രയാണിത്. പോകുന്ന യാത്രയിൽ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. കുട്ടികളെ സ്കൂളിൽ നിന്ന് ട്രിപ്പ് കൊണ്ടുപോകുന്ന കാര്യമാണോ ആലോചിച്ചത്? കുട്ടികൾക്ക് യാതൊരു പ്രയോജനവും, കുട്ടികൾക്ക് യാതൊരു അറിവും സമ്മാനിക്കാത്ത, യാതൊന്നും പ്രയോജനമില്ലാത്ത, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത മാളുകൾ പോലുള്ള ബിസിനസ് കേന്ദ്രങ്ങളിലോട്ട് ടൂറുകൾ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. കുട്ടികൾക്ക് പഠിക്കാനും അറിവുകൾ സമ്മാനിക്കുന്ന സ്ഥലങ്ങളിലോട്ട് ടൂർ കൊണ്ടുപോകണം. നമുക്കും ഇത് സാധിച്ചില്ല, ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും ഇത് സാധിക്കട്ടെ. തലച്ചോറുകൾക്ക് ചിന്തിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. മാളുകളിൽ പോവാണെങ്കിൽ ഒരു ഗുണമുണ്ട്, ചോദ്യവും ഉണ്ടാവില്ല, ഉത്തരവും ഉണ്ടാവില്ല. നല്ല ചോദ്യങ്ങളിൽ നിന്ന് നല്ല ഉത്തരങ്ങൾ ഉണ്ടാവും. ഇതിലൂടെ മാത്രമേ ഒരു വിദ്യാർത്ഥിക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. എന്റെ ഈ എളിയ യാത്രയിൽ ഞാൻ അത് ഓർത്തു പോവുകയാണ്. ഈ കൊച്ചു കേരളത്തിൽ 81 ഡാമുകൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കില്ലല്ലേ. ഈ 81 ഡാമിൽ പെടുന്ന ഡാമാണ് പൊന്മുടി ഡാം. അപ്പൊ അതിന്റെ സൈഡിൽ കൂടിയാണ് ഇനി യാത്ര. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ കൊന്നത്തടി ഗ്രാമത്തിലെ കൊന്നത്തടി പഞ്ചായത്തിൽ പെരിയാർ നദിയുടെ കൈവഴിയായ പന്നിയാർ നദിക്ക് കുറുകെ നിർമ്മിച്ച കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ടാണ് പൊന്മുടി അണക്കെട്ട്. 1963 ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചത്. EU ഫിലിപ്പോസ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണം. ഇത് പന്നിയാർ നദിയിൽ മൂന്നാറിന് സമീപം സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ്. ഇതിന്റെ അടുത്തുള്ള നഗരം ഉടുമ്പൻചോലയാണ്. ഇവിടുത്തെ ജലം തുരങ്കപാതയിലൂടെ ഒഴുക്കിവിട്ട് വൈദ്യുതി ഉൽപാദനത്തിനും ഇത് യൂസ് ചെയ്യുന്നു. 3066 മീറ്റർ വെള്ളമാണ് ഇതിൽ സംഭരിക്കുന്നത്. പൊന്മുടി അണക്കെട്ടിലേക്കുള്ള സന്ദർശകരെ സ്വാഗതം ചെയ്യുന്ന ചുറ്റുമുള്ള കുന്നുകളും താഴ്വരകളും മനോഹരമായ ഒരു കാഴ്ചയാണ്. ചുറ്റുമുള്ള പ്രകൃതി സൗന്ദര്യത്തെ ഒട്ടും കോട്ടം തട്ടാതെയാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. പൊന്മുടി അണക്കെട്ടിന് ചുറ്റുമുള്ള പ്രകൃതി രമണീയത ശരിക്കും ആകർഷണമാണ്. ഒരു വശത്ത് വിശാലമായ ജലസംഭരണി, അണക്കെട്ടിൽ നിന്നുള്ള കാഴ്ച, താഴെയുള്ള ചെറിയ ജനവാസ കേന്ദ്രങ്ങൾ. ഒരു വശത്ത് വിശാലമായ ജലസംഭരണിയും മറുവശത്ത് കൂറ്റൻ പാറക്കൂട്ടങ്ങൾ, ദൂരെയുള്ള നിർമ്മലമായ റിസർവോയർ വനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. മനോഹരമായ ഈ ക്രമീകരണം പൊന്മുടി അണക്കെട്ടിന്റെ കാഴ്ചകൾ കാണുന്നതിനും പ്രകൃതിയുടെ ശാന്തത ആസ്വദിക്കുന്നതിനും പറ്റിയ സ്ഥലമാക്കി മാറ്റുന്നു. ഈ സ്ഥലങ്ങളെല്ലാം കൂടിച്ചേരുമ്പോൾ ഇവിടെ ഒരു പ്രത്യേക ഭംഗി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ വിൻഡോസ് PC-യിൽ കാണുന്ന ചില വാൾപേപ്പർ പോലെ. പുറത്തുകൂടിയുള്ള അണക്കെട്ടിന്റെ ഫോട്ടോയും വീഡിയോയും ഇവിടെ കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ഡാമിനകത്തുകൂടി തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നതും. അങ്ങനെ ഡാമിലെ കാഴ്ചകൾക്കെല്ലാം ശേഷം ഞങ്ങളുടെ യാത്ര തുടർന്നു.